അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള മാധ്യമങ്ങളടക്കം വലിയ ചർച്ചാ വിഷയമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ വരാത്തത്, പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗം നടത്താത്തത്? ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റബോധം കൊണ്ടാണ് ഇത് നടത്താത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാർലമെൻറ്റിൽ വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ശക്തിയില്ല, ധൈര്യമില്ല എന്നൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയത്. പക്ഷേ ഇവന്മാരൊന്നും കാണിക്കാത്തൊരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അത് ട്രെൻഡിങ് ആയി ഓടുന്നുണ്ട്. പാർലമെൻറ്റിനകത്ത് നിന്നുള്ളൊരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും കോൺഗ്രസ് വനിതാ എം പിമാർ, ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് വനിതാ എം പിമാർ ഈ ദൃശ്യം കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു വൃത്തികെട്ട കാർഡ് ഇറക്കുന്നത് സത്യം പറഞ്ഞാൽ സുഡാപ്പികളാണ്. അതായത് ഇവന്മാർക്കെതിരെ എന്തെങ്കിലും ആക്രമണങ്ങൾ വരുമ്പോൾ ഇവന്മാർ സ്ത്രീകളെ പിടിച്ച് ഫ്രണ്ടിലോട്ട് നിർത്തും. എത്ര അധമമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് നോക്ക്. എത്ര അധമമായിട്ടുള്ളൊരു പ്രവൃത്തി. സ്ത്രീകളെ പിടിച്ചാണ് ഫ്രണ്ടിൽ നിർത്തുന്നത്. ആദ്യം സ്ത്രീകൾക്ക് അടി കിട്ടട്ടെ, അത് വച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇരവാദം ഉന്നയിക്കാം എന്നുള്ളതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ പലസ്തീനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലസ്തീനിൽ മാത്രമല്ല, ഈ തീവ്രവാദം പടർന്നു പിടിച്ച എല്ലാ രാജ്യങ്ങളിലും ആദ്യത്തെ തീവ്രവാദത്തിൻ്റെ ഇര എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ആ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ച് ഫ്രണ്ടിൽ നിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ദേഹത്തൊരു പോറലെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ലോക രാജ്യങ്ങൾക്കിടയിൽ മാർക്കറ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള പണം ഇവർക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും, ഫണ്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. ചില്ലറ ബുദ്ധിയല്ല ഇവന്മാരുടെ എന്ന് പറയുന്നത്. ഇവന്മാരെ വെറുതെ കൊന്നാ പോരാ. ഏത് പലസ്തീനിലെ ഈ തീവ്രവാദികളെ, ഹമാസ് ഭീകരവാദികളെ വെറുതെ കൊന്നാ പോരാ, ഇവന്മാരെ കയ്യും കാലും രണ്ടും വെട്ടിയിട്ട് ജീവിക്കാൻ വരണം. അങ്ങനെ വേണം ഇവന്മാരെ ചെയ്യാനായിട്ട്. ഇസ്രായേലിൽ കൊല്ലുന്നത് പോലെ ഒറ്റയടിക്ക് ബോംബിട്ടൊന്നും ഇവന്മാരെ കൊല്ലരുത്. യുവന്മാരെ കൊല്ലുന്നെങ്കിൽ എന്ത് ചെയ്യണം, കയ്യും കാലും വെട്ടി കണ്ണും ചൂണിനെടുത്ത് നാക്കും വെട്ടിയിട്ട് യുവന്മാർ ജീവിക്കാൻ വരണം. യവന്മാർ ജീവിതത്തിൽ തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കാത്ത രീതിയിൽ വേണം പരിപാടി നടത്താനായിട്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്ട്രാറ്റജി പിന്തുടരുന്ന ഈ ഭീകരവാദികളുടെ സ്ട്രാറ്റജിയാണ് ഈ സാധാരണയായിട്ട് പിന്തുടരുന്നത്, സ്ത്രീകളെടുത്ത് മുമ്പിൽ വയ്ക്കുന്നത്. നമ്മുടെ രാജമൗലിയിലെ ബാഹുബലി സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് പാർട്ടിലെ സെക്കൻഡ് ഹാഫിൽ ഇത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് കാലകേയന്മാരെന്ന് പറഞ്ഞൊരു ടീം വരും, ബാർബേറിയൻസ് ആയിട്ടുള്ള ടീം. ആ ടീം വന്നിട്ട് ഈ ബാഹുബലി അവരെ ഇങ്ങനെ അടിച്ചടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ത്രീകളെയും കുട്ടികളെയും എടുത്ത് ഫ്രണ്ട് ഇടുമ്പോൾ പെട്ടെന്ന് പകച്ചു പോകും. അതാണ്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഭല്ലാലദേവൻ എന്തിന് വെട്ടി വീത്തട എന്ന് പറഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് പോകും, നെതന്യാഹുവിനെ പോലെ. പക്ഷേ ബാഹുബലി കുറച്ച് ധാർമ്മികതയും നൈതികതയും ഒക്കെ ആളായതുകൊണ്ട് ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ പകച്ചു പോകും. അതാണ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലൊരു സംഭവം നമ്മുടെ പാർലമെൻറ്റിൽ അരങ്ങേറുകയാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് കണ്ടതുമില്ല, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തതുമില്ല. ചർച്ച ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, പ്രതിഷേധം എന്ന രീതിയിലാണ് അവർ ചർച്ച ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. ആ ദൃശ്യങ്ങൾ, അതായത് സ്ത്രീകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ആ സീറ്റിന് ചുറ്റി നിൽക്കുകയാണ്. ആ സീറ്റിന് ചുറ്റി നിൽക്കുമ്പോൾ പീയൂഷ് ഗോയലും അശ്വിനി വൈഷ്ണവും അടക്കമുള്ള ഭരണപക്ഷത്തെ എം പിമാർ എന്ത് ചെയ്യുന്നു, ഭരണപക്ഷത്തെ എം പിമാർ വന്നിട്ട് ആ സ്ത്രീകളോട് കൈകൂപ്പി യാചിക്കുന്ന ദൃശ്യമാണ്. ദയവായി ഇവിടെ നിൽക്കരുത്, നിങ്ങൾ മാറിപ്പോകണമെന്ന് കൈകൂപ്പി യാചിക്കുന്ന ദൃശ്യമാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ നിയമസഭയിലാണ് ഇത്തരത്തിലൊരു ദൃശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? CPM MLA മാർ, ഈ പ്രതിപക്ഷത്തിരിക്കുന്ന സ്ത്രീകൾ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ കസേര വളഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി വരുമ്പോൾ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഭരണപക്ഷത്തെ CPM MLA മാർ എന്ത് ചെയ്യും? അവരിതുപോലെ കൈകൂപ്പി യാചിക്കും, അയ്യോ നിങ്ങൾ പോകണം എന്നവർ പറയില്ല, അവർ തൂക്കിയെടുത്ത് വെളിയെറിയും. അതാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ എന്താണ്, ഒരു സീൻ ഉണ്ടാക്കണം. ഈ സീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ രാജ്യം അസ്ഥിരമാണെന്ന് കാണിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ രാജ്യം അസ്ഥിരമാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിക്ഷേപകർ ഭയപ്പെടും, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വരുന്നതിന് മുമ്പ് ആ കോൺഗ്രസ് MPമാരെ എല്ലാം കൊണ്ട് അവിടെ നിരത്തി, പ്രത്യേകിച്ച് വനിതാ MPമാരെ അവിടെ കൊണ്ട് നിരത്തി. ആ വനിതാ MPമാരെ അവിടെ കൊണ്ട് നിരത്തിയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ആ ദൃശ്യം നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. सोच समझ करके एक दलित व्यक्ति को और कल उनको सभापति का मौका दिया, लेकिन कांग्रेस पार्टी के नेता राहुल गांधी के इशारे पर उनके जो एक दलित व्यक्ति हमारे 5 फरवरी 2026 को सभापति के कुर्सी पर बैठे थे, उनके ऊपर कागज फाड़ करके फेंके गए।
കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് ഈ ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ദൃശ്യം പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ലായിരുന്നു. കേരളത്തിലെ സുഡാപ്പികൾക്കടക്കം സന്തോഷമാണ്, കാരണം ഇങ്ങനൊരു കാർഡ് ഇറക്കിയല്ലോ, അയ്യോ സന്തോഷമായി, ഇങ്ങനെ വേണം നേരിടാൻ എന്ന് പറയുകയാണ്. നോക്കൂ, എത്ര ബാർബേറിക്കായിട്ടുള്ള അധമമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. ഇപ്പോൾ കോൺഗ്രസ് യുവന്മാരെ ഈ 11 കൊല്ലം ജനങ്ങൾ മൂലക്കിരുത്തിയപ്പോൾ യുവന്മാരുടെ മനസ്സിൽ ആ വിഷം കണ്ടോ, അത്ര വിഷമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെയും നമ്മുടെ രാജ്യത്തെയും എങ്ങനെയൊക്കെ ഡിഫെയിം ചെയ്യാമോ അങ്ങനെയൊക്കെ ഡിഫെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ചരിത്രത്തിലോട്ട് നമുക്ക് വരാം. നമ്മുടെ ഇന്ത്യയുടെ നിർഗുണ പരബ്രഹ്മമായിട്ടുള്ള പ്രധാനമന്ത്രി ഒരാളുണ്ടായിരുന്നു, മൻമോഹൻ സിംഗ് എന്നാണ് ആ പ്രധാനമന്ത്രിയുടെ പേര്. മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മൻമോഹൻ സിംഗ് ഫോറിൻ യാത്രകളൊന്നും നടത്തില്ല. കൂടെ സോണിയാഗാന്ധി കാണും. സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെയും കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും രാജ്യത്തെ വിശിഷ്ടമായിട്ടുള്ള വ്യക്തികൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കാണാൻ വരികയാണെങ്കിൽ സോണിയാഗാന്ധി അങ്ങോട്ട് മാറിയില്ലേ എന്ന് മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സോണിയാഗാന്ധി കയറി കൈ കൊടുക്കും, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നോ എന്ന് പറയുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവന്മാരാണ് ഇപ്പോൾ രാജ്യസുരക്ഷയെപ്പറ്റിയും പ്രധാനമന്ത്രി വന്നില്ല പ്രോട്ടോക്കോളിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നിർമ്മല സീതാരാമൻ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കറപ്ഷൻ കെ ബാരമേം ആ ഡെറ്റോളിട്ട് വാ കഴിവേ എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നവാസ് ഷെരീഫ്, ആ സമയത്ത് നവാസ് ഷെരീഫായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗിനെ അവഹേളിച്ചു. ദേഹത്തി ഔറത്ത് എന്നാണ് മൻമോഹൻ സിംഗിനെ അന്ന് നവാസ് ഷെരീഫ് വിളിച്ചത്. അതിനെതിരെ ഇവിടെയുള്ള ഒരു കോൺഗ്രസ്സുകാരന്മാരും ശബ്ദമുയർത്തിയില്ല. ശബ്ദമുയർത്തിയത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. ഏത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മൻമോഹൻ സിംഗിന് വേണ്ടി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ശബ്ദമുയർത്തിയത്. അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ രാജ്യത്തിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് നീ ഞങ്ങൾക്കിട്ട് കുണയ്ക്കാൻ വരരുത്. നവാസ് ഷെരീഫ്, നിനക്ക് ഞാൻ തരുന്ന അവസാനത്തെ വാണിംഗ് ആണ് എന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പറഞ്ഞത്. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് സംസ്കാരം. ഈ സംസ്കാരം വരണമെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണമെന്ന് പണ്ട് ഈ അമ്മുമ്മമാരൊക്കെ പറയുമല്ലോ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞുകൂടാ, പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. പണ്ടത്തെ അമ്മുമ്മമാരെ കേസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ ഇവർ ശ്രമിക്കുന്നു. പോരാത്തതിന് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന സകല ആരോപണവും പൊളിഞ്ഞുപോയി. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ക്ലാസിക് ഉദാഹരണമായിട്ട് മാറുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. നരവാന തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, വായും വച്ചുകൊണ്ട് മിണ്ടാതിരുന്നോളാം എന്ന് നരവാന തന്നെ ഇന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇതൊന്നും കാണുന്നതേ ഇല്ല. ഉത്തരേന്ത്യ മാധ്യമങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, അത് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതുമുണ്ട്. അതുകൊണ്ട് വേറൊരു ആശ്വാസം. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അപ്പോഴും രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നരവാനെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നരവാനെ പറഞ്ഞത് മോദിജി അധികാരം വെച്ച് കൈമാറി എന്നുള്ളതാണ്. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഇവന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇവന്മാർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാവാത്തതൊന്നുമല്ല, മനസ്സിലാവാത്ത പോലെ നടിക്കുന്നതാണ്. അതായത് ഈ പ്രധാനമന്ത്രി സൈന്യത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്നു. ജോ ഉചിത് സംചോ വോ ഭി കർലോ, അതായത് നിങ്ങൾക്ക് എന്താണോ ഉചിതമായി തോന്നുന്നത് അത് ചെയ്യൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിനെ ഇവന്മാർ പറയാണ്, ഓ അപ്പോൾ പ്രധാനമന്ത്രി സൈന്യത്തിന് മൊത്തം ഇത് എടുത്തു കൊടുത്തു, അപ്പോൾ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഡിസിഷൻ ഒന്നുമില്ല. രാഷ്ട്രീയമായിട്ട് എന്ത് ഡിസിഷനാണ് രാഷ്ട്രീയമായിട്ട് എന്ത് ഡിസിഷൻ? 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന ഒരു ഗതികെട്ട കാലത്ത് നമ്മുടെ രാജ്യം പാകിസ്ഥാന് മുമ്പിൽ കുമ്പിട്ട് നിന്നു, അമേരിക്കേൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട് നേരിട്ട ഗതികെട്ട അറ്റാക്ക് കൊണ്ട് മിലിറ്ററി പേഴ്സൺസിൻ്റെ കൈ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഇതുപോലൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് താജ് അറ്റാക്ക് നടക്കുന്നു, അങ്ങനെ നടക്കില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയാണ് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ ഭൂപടത്തിൽ കാണില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനൊന്നുമില്ല. സത്യമായിട്ട് നടക്കുന്ന കാര്യമായിരിക്കും അത് എന്നുള്ളതാണ്. പോരാത്തതിന് ഡൊണാൾഡ് ട്രംപ് പറയുന്ന പല കാര്യങ്ങളും ഉമാർ ഇവിടെ എടുത്തിട്ട് ചാമ്പുകയാണ്. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉമാരെ തന്ത എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറയുന്നു, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ റഷ്യയിൽ നിന്ന് എണ്ണ നിർത്തുമെന്ന്. അപ്പം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചില്ല. എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ, വെട്ട വളിയനാണ് അവനെന്ന് പറയുന്നത്. അപ്പോൾ അപ്പുറത്തുനിന്ന് റഷ്യ ഒരു പ്രസ്താവന ഇറക്കി. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടില്ല, ന്യൂഡൽഹി ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇവന്മാർക്ക് കേൾക്കണ്ട. അതായത് റഷ്യ പറഞ്ഞു അല്ലേ, അപ്പോൾ എണ്ണ ഇറക്കുമതി കുറയ്ക്കില്ല എന്നുള്ളത്, നമുക്ക് അത് മതി. അതല്ല അതായത് ആരാണോ നരേന്ദ്രമോദിക്കെതിരെ പറയുന്നത് അവരാണ് ഇവർക്ക് ഇമ്പോർട്ടൻറ്റ്. മോദിക്കെതിരെ പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ വന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പറയുന്നത് എന്നുള്ള രീതിയിലെത്തി. ആരാണോ രാജ്യത്തിനെതിരെ പറയുന്നത്, ട്രംപ് പറയുകയാണ് ഡെഡ് എക്കണോമിയാണെന്ന് ട്രംപ് പറയുകയാണ്. ട്രംപ് കിട്ടില്ല, ട്രംപ് അടിപൊളി എന്ന് പറയുന്നത് അതെടുത്ത് ഇവിടെ വെച്ച് ചാമ്പലാണ്. അപ്പോൾ അങ്ങനെയുള്ള മുഴുവൻ ചാമ്പലുകൾ നമ്മുടെ രാജ്യത്ത്
എന്തായിപ്പോയി, അസ്ഥിരപ്പെട്ടു പോയി, അതായത് അവസാനിച്ചു പോയി. കാരണം രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ പോവുകയാണ്. നരവാനയുടെ ആരോപണം പൊളിഞ്ഞുപോയി. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞ ആരോപണം അടാപാടെല്ലാം ഊടുപാടും പൊളിഞ്ഞുപോയി. അങ്ങനെ പൊളിഞ്ഞു പോയില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലും PR കൊടുത്തിട്ട് അവന്മാർ നിരന്തരം പോസ്റ്റ് ഇടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ AI പിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു പടം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മോദിയുടെ മുമ്പിൽ ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്നത്. അതിവിടെയുള്ള മണ്ടന്മാരായിട്ടുള്ള കൊങ്ങികൾ കണ്ടിട്ട് അവന്മാർ വിചാരിച്ചത് ഒറിജിനലാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരോടൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? എന്ത് തന്നെയായിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു തരത്തിലും നീതീകരിക്കാനാകുന്നതല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ വിഷ്വല് അതിഭീകരമായിട്ട് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം BJP അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ഇവന്മാർക്ക് ഒന്നിനും ക്ലാരിറ്റി ഇല്ല. ഈ കാർഡടച്ച് വെടിവെക്കുക എന്ന് പറയില്ലേ, ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പം രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇരിക്കുകയാണ്, പെട്ടെന്ന് സഭയിൽ ചാടി എഴുന്നേറ്റ് പറയും, ഞാൻ ഇന്നലെ നരേന്ദ്രമോദിയുടെ ഒരു തുണ്ട് വീഡിയോ കണ്ടു എന്നിങ്ങനെ പറയും. ഉടനെ കേരളത്തിലെ മാധ്യമങ്ങൾ മോദിയുടെ തുണ്ട് ഇവന് ഒരു തെളിവും കൊണ്ടുവരാൻ പറ്റില്ല, ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അവസാനം BJPക്കാർ തപ്പി ഇവൻ്റെ തുണ്ട് വീഡിയോ എല്ലാം കൊണ്ടുവന്നാലായി. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വാപത്തും. എങ്കിലും ഈ FBയിലൊക്കെയുള്ള PR ഏജൻസികൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അതായത് മോദി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചലിച്ചുകൊണ്ടേ. അതാണ് ഇവരുടെ ഒരു ഗീബൽസ്യൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ കഴിയുന്നത് വരെയുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ അടുത്ത ദിവസം ഇത് സ്വിച്ചിട്ട പോലെ അവസാനിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. നരവാനയുടെ ആരോപണം പൊളിഞ്ഞുപോയി, മറ്റേ ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണം ആട്ടാപാടെല്ലാം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വരാതിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വന്നിരുന്നെങ്കിൽ ഈ കോൺഗ്രസ് MPമാരെല്ലാം കൂടെ ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്രമിച്ചേനെ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കയറി പിടിക്കുകയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്രമിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അവിടെ ഇരിക്കുന്ന ഭരണകക്ഷിയാണ്. കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെ പല മാധ്യമങ്ങളും മോദിയെ കടിച്ചു കീറാനാണ് നിൽക്കുന്നത്. മോദി ഇങ്ങനെ കയറി പിടിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ തട്ടി മാറ്റിയത്, അപ്പോൾ ഉടനെ അവിടെയുള്ള വനിതാ MPമാരുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മാപ്രകളെല്ലാം പറഞ്ഞു വരുത്തും, അയ്യോ മോദി കയറി പിടിച്ചേ എന്ന് പറഞ്ഞു വരുത്തും. അങ്ങനെ പറഞ്ഞു പറ്റത്തുന്നു. കാരണം മോദി എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ ലീഡറാണ്. ഈ വിഷ്വല് ലോകമെമ്പാടും സഞ്ചരിക്കുന്നത്. നമ്മൾ ഒരുപാട് വിഷ്വല് കാണുന്നതാണല്ലോ. ഇമാനുവൽ മാക്രോൻ്റെ കർണ കുറ്റിക്കിട്ട് പെണ്ണും പിള്ള ചാമ്പിയതും, പിന്നെ മറ്റേ ന്യൂസിലാൻഡിൻ്റെ പാർലമെൻറ്റിൽ ഒരു MP ഒരു ഗോത്ര നൃത്തം വെച്ച ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡൊണാൾഡ് ട്രംപിന് വെടിയേൽക്കുന്ന ദൃശ്യങ്ങളും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനിടയിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യം നമ്മൾ ആലോചിക്കണം. നരേന്ദ്രമോദിയുടെ ഇമേജ് അത് അതിഭീകരമാണ്. അദ്ദേഹത്തിൻ്റെ ഓറ, അദ്ദേഹം പാർലമെൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടിയിലെ ആൾക്കാർ പോലും മൗനമായിരിക്കും. കാരണം ഒരു എംപറർ കടന്നു വരുന്നത് പോലെയാണ് അദ്ദേഹം വരുന്നതെന്ന് ജോൺ. ആ ഇമേജ് തകർക്കണം. അവിടെ കടക്കിൽ കത്തിവെച്ചാൽ മാത്രമേ ഇന്ത്യയുടെ ഇമേജ് ഡിഫെയിം ചെയ്യാനായിട്ട് പറ്റുന്നു. കാരണം ലോക നേതൃത്വത്തിന് മുമ്പിൽ മോദി ശക്തനായി നിൽക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, കാരണം ഇന്ത്യക്ക് ശക്തനായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയുണ്ട്, അതാണ് ഈ രാജ്യത്തിൻ്റെ കരുത്ത് എന്നാണ് അവർ വിചാരിക്കുന്നത്. നാളെ ശക്തനല്ലാത്ത രാഹുൽ ഗാന്ധിയെ പോലെ ഒരു കിഴങ്ങനാണ് വരുന്നതെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ശോഭനമായിട്ടുള്ള ആ ഒരു ഇമേജ് തകർന്ന് തരിപ്പണമാവും. പിന്നെ കേരളത്തിലെയും നമ്മുടെ ഇന്ത്യയിലെയും കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എന്തിനെക്കുറിച്ച് ചോദിച്ചാലും രാഹുൽ ഗാന്ധിക്ക് ഭയങ്കര നോളജാണ് എന്ന് പറയുന്ന ടീമായിരിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അതായത് രാജ്യസഭയിൽ നിന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്, റെസ്പെക്റ്റഡ് സ്പീക്കർ. ഉടനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊട്ടിയിട്ട് പറയണം, എടൈ സ്പീക്കറല്ല ചെയർമാനാണ്, സ്പീക്കർ അങ്ങ് ലോക്സഭയിൽ, ഇത് രാജ്യസഭയാണ്. ഇതുപോലും അറിഞ്ഞുകൂടാത്ത ഒരുത്തനാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. എന്തിനാണിങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കൊച്ചുങ്ങളും മക്കളൊക്കെ ആയിട്ട് വല്ല ഇറ്റലിയിലോ ജർമ്മനിയിലോ ബർമിംഗ്ഹാമിലോ ഒക്കെ പോയി ജീവിച്ചുകൂടി. അപ്പോൾ ശരി.